കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ബൂട്ട് കെട്ടാനൊരുങ്ങുന്ന ഖത്തർ ദേശീയ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒരു മലയാളി താരം. കണ്ണൂർ വളപട്ടണം സ്വദേശി തഹ്സിൻ മുഹമ്മദ് ജംഷിദിനാണ് ഈ സുവർണാവസരം ലഭിച്ചിരിക്കുന്നത്. ഖത്തർ യൂത്ത് ടീമുകളിലും സ്റ്റാർ ലീഗ് ക്ലബായ അൽ ദുഹൈൽ സീനിയർ ടീമിലും ഇടം പിടിച്ചതിന് പിന്നാലെയാണ് ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിന്റെ ദേശീയ സീനിയർ ടീമിൽ നിന്നും തഹ്സിനെ തേടി വിളിയെത്തുന്നത്. ജൂൺ 6-ന് അഫ്ഗാനിസ്ഥാനും ജൂൺ 11-ന് ഇന്ത്യക്കുമെതിരെ നടക്കുന്ന മത്സരങ്ങൾക്കുള്ള 29 അംഗ ദേശീയ ടീമിലാണ് താരം ഇടം പിടിച്ചത്. ഇതാദ്യമായാണ് ഒരു മലയാളി ഫുട്ബോളർക്ക് മറ്റൊരു രാജ്യത്തിന്റെ കുപ്പായത്തിൽ കളിക്കാൻ അവസരമൊരുങ്ങുന്നത്. ഖത്തർ അണ്ടർ-16, 19 ടീമുകളിൽ മികച്ച പ്രകടനവുമായി ശ്രദ്ധേയനായിരിക്കെ 2 മാസം മുമ്പാണ് അൽ ദുഹൈൽ ക്ലബിന്റെ സീനിയർ ടീമിലേക്ക് തഹ്സിന് വിളിയെത്തുന്നത്. ലോകോത്തര താരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഖത്തർ സ്റ്റാർസ് ലീഗിൽ അരങ്ങേറി ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്രവും ഈ മലയാളി സ്വന്തമാക്കി. മുൻ ബ്രസീൽ താരം ഫിലിപ്പ് കുട്ടീനിയോയും ഖത്തറിന്റെ സൂപ്പർ താരം അൽമോയിസ് അലിയുമെല്ലാം മത്സരിക്കുന്ന ടീമിൽ പതിവ് സാന്നിധ്യമായിരുന്നു 17കാരൻ. ഇതിനു പിന്നാലെ ദേശീയ ടീമിൽ നിന്നും വിളിയെത്തി. ഖത്തറിൽ തൊഴിൽ തേടിയെത്തിയ കണ്ണൂർ തലശ്ശേരിക്കാരനായ ജംഷിദിന്റെയും വളപട്ടണംകാരിയായ ഷൈമയുടെയും മകനാണ് ജംഷിദ്. 1992-ൽ അഖിലേന്ത്യാ കിരീടം ചൂടിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം അംഗവും ജോപോൾ അഞ്ചേരിക്കൊപ്പം കേരള യൂത്ത് ടീമിൽ കളിക്കുകയും ഇന്ത്യൻ ക്യാമ്പിൽ ഇടം നേടുകയും ചെയ്ത പിതാവിന്റെ പാത പിന്തുടർന്ന് തന്നെയാണ് മകൻ തഹ്സിനും ഫുട്ബോളിൽ നേട്ടങ്ങളിലേക്ക് ചുവടുവെക്കുന്നത്. ഖത്തറിൽ ജനിച്ചു വളർന്നതോടെ തഹ്സിന് ഫിഫ നിയമപ്രകാരം ഖത്തർ ദേശീയ ടീമിനായി കളിക്കാനുള്ള യോഗ്യത നേടി. ആസ്പെയർ സ്പോർട്സ് അക്കാദമിയിൽ വളർന്ന തഹ്സിൻ നിലവിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ജൂൺ 11-ന് ലോകകപ്പ്, ഏഷ്യൻ കപ്പ് യോഗ്യതാ റൗണ്ടിൽ സഹൽ അബ്ദുസമദും രാഹുൽ ബക്കയും ഉൾപ്പെടെയുള്ള സംഘം നീല കുപ്പായമണിയുമ്പോൾ മറുനിരയിൽ അന്നാബിയുടെ മറൂൺ കുപ്പായത്തിൽ ഒരു മലയാളിയെ കൂടി കാണാനാവും.